പത്തനംതിട്ട ഗവി മീനാറിൽ 32-കാരിയായ യുവതിയെ കൊലപ്പെടുത്തി ബലാത്സംഗം ചെയ്താണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നാണ് സംശയം. പ്രതി ചിറ്റാർ സ്വദേശി വിനോദ് കുമാറിനെ വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. കാൽനടയായി അംഗനവാടിയിലേക്ക് പോയ യുവതിയെ പ്രതി വിനോദ് കുമാർ കടന്നുപിടിച്ച് കീഴ്പ്പെടുത്തി. യുവതി ഫോണിൽ ബന്ധുവിനോട് സംസാരിച്ചു കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു വിനോദ് കുമാറിന്റെ ആക്രമണം. തലയടിച്ച് നിലത്ത് വീണ യുവതി ബോധരഹിതയായി. പിന്നീട് വിനോദ് കുമാർ യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. അർദ്ധ നഗ്നയായ നിലയിലായിരുന്നു മൃതദേഹം. ഗവി മീനാറിൽ വനത്തിനുള്ളിൽ റോഡിൽ നിന്നും മാറി വെള്ളക്കെട്ടിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെയാണ് ബന്ധുക്കളും പ്രദേശവാസികളുമൊക്കെ തിരച്ചിൽ നടത്തിയത്. വന്യമൃഗ ആക്രമണമാണെന്നാണ് ആദ്യം സംശയമുണ്ടായെങ്കിലും പിടിവലിയുടെ ലക്ഷണങ്ങൾ കണ്ടതോടെ നാട്ടുകാർ പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ നടത്തി. ഇതിനിടെ ഒരാൾ മീനാറിന് സമീപത്ത് നിന്ന് KSRTC ബസ്സിൽ വണ്ടിപ്പെരിയാറിലേക്ക് പോയതായി വിവരം ലഭിച്ചു. ഉടൻ വനം വകുപ്പിനെയും പോലീസിനെയും വിവരമറിയിച്ചു. വണ്ടിപ്പെരിയാറിന് സമീപം വള്ളക്കടവിൽ വെച്ച് KSRTC ബസ്സിലിരുന്ന വിനോദ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയാൾ നമ്മൾ ചോദ്യം ചെയ്ത് അയാൾ കുറ്റം ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അതെ, പ്രതിക്ക് നേരത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നേരത്തെ ശിക്ഷ അനുഭവിച്ച ആളാണ്. പിന്നെ പുറത്തിറങ്ങിയ ആളാണ്. പത്തനംതിട്ട പോലീസിന്റെയും വണ്ടിപ്പെരിയാർ പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. യുവതിയുമായി നേരത്തെ അടുപ്പമുണ്ടായിരുന്നുവെന്ന് വിനോദ് കുമാർ പോലീസിനോട് പറഞ്ഞു. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാർ വനവിഭവങ്ങളുമായി കഴിഞ്ഞ ദിവസം ഗവിയിലെ സ്ഥാപനത്തിൽ എത്തിയതാണ്. നേരത്തെ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് വിനോദ് കുമാർ. വണ്ടിപ്പെരിയാറിൽ നിന്നും പത്തനംതിട്ടയിലെത്തിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.